ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ ക്രിയാത്മകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരു വലിയ പിന്തുണ തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. കേരളം മുന്നോട്ട് പോകണമെങ്കിൽ, ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വർധനമുണ്ടാവണമെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാതെ, ഇനിയുള്ള യുവജനങ്ങൾക്ക് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ടാകണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേ പറ്റൂ, തൊഴിലവസരങ്ങൾ ഉണ്ടായേ പറ്റൂ, ഇവിടുത്തെ ജീവിത നിലവാരം ഉയർത്താൻ നമുക്ക് സാധിച്ചേ പറ്റൂ. അതിന് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. സ്വകാര്യ നിക്ഷേപകരെ ആട്ടി ഓടിച്ചുകൊണ്ടുള്ള ഒരു സമീപനം കേരളത്തിന് സാധ്യമല്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള അപ്രോച്ചിലൂടെ കേരളത്തിലെ ഗവൺമെൻറ്റിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്, നിലവിലെ ഗവൺമെൻറ് വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് വികസന മുന്നേറ്റങ്ങളോട് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിന് വേണ്ട പിന്തുണ നൽകുന്നുണ്ട്. ഒരു തരത്തിലും ഗവൺമെൻറ്റിനെ ഒരു ഹഡിലായിട്ട് മുന്നിൽ നിൽക്കുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന സർക്കാരിന് വളരെയധികം ഭാഗ്യമായിട്ടുള്ള സംഗതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മാധുവിനെ സൂചിപ്പിച്ചു, 2003 ജിമ്മിനെ കുറിച്ച് സൂചിപ്പിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി വന്ന് പ്രസംഗിച്ച കാര്യം, വരവേൽപ്പ് സിനിമയെക്കുറിച്ച് പ്രസംഗിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ആ വരവേൽപ്പ് സിനിമയിലെ നായകൻ മുരളി വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായതും അതുപോലൊരു സാധ്യത ഇനി ഉണ്ടാകരുത് എന്ന് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞു പോയതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ 2003 ശേഷം ഇപ്പോൾ 2024 ആകുമ്പോഴേക്കും ഇപ്പോൾ കിറ്റെക്സ് കേരളം വിട്ടുപോയതൊക്കെ നമ്മൾ കണ്ടു. കേരളത്തിലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സാഹചര്യങ്ങൾ കൂടുതലൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന സമ്മിറ്റുകളിൽ നിന്ന് എന്ത് ഗുണഫലം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ ശ്രീ EP ജയരാജൻ ഇവിടെ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് സമ്മിറ്റ് നടത്തിയല്ലോ. ഒരു റിസൾട്ട് ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ പ്രേംകുമാർ തന്നെ പറയുന്നത്. കാരണം ഇതിനു മുമ്പ് നടത്തിയതൊന്നും റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടത്തുന്നെങ്കിലും റിസൾട്ട് ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം പ്രതീക്ഷിക്കുന്നു, ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ വരട്ടെ, നല്ലത് സംഭവിക്കട്ടെ. നോക്കി, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 4 വർഷക്കാലത്തിൽ ഒരു ഹർത്താൽ പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല. വളരെ ക്രിയാത്മകമായിട്ട് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് അനുകൂല സാഹചര്യം, അനുകൂല ഘടകമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്? ഇനി അനുകൂല ഘടകമായിട്ട് വരേണ്ടത് സർക്കാരിൻ്റെ അപ്രോച്ചാണ്, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അപ്രോച്ചാണ്. അവിടെയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇന്ന് ഞാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ വേദിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു. അവർ മാധ്യമങ്ങൾ ചോദിക്കേണ്ടത് നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തം ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്ന സന്ദേശമാണ് CPM കൊടുക്കുന്നത്. അങ്ങനെ ഒരു സന്ദേശം കൊടുത്താൽ എങ്ങനെയാണ് വ്യവസായികൾ ഇവിടെ നിർഭയമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക? CPM ആണ് ആദ്യം പറയേണ്ടത്, ഞങ്ങളുടെ നിലപാട് മാറിയിരിക്കുന്നു, ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തിന് അനുകൂലമായിരിക്കുന്നു, ഈ മാർസിയൻ സിദ്ധാന്തം വെച്ചുകൊണ്ട്, ഇടതുപക്ഷ സിദ്ധാന്തം വെച്ചുകൊണ്ട് കേരളത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ നിലപാടുകൾ തെറ്റായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതാ മാറി ചിന്തിക്കുന്നു എന്ന് പരസ്യമായി പറയാൻ തയ്യാറാവണ്ടേ? ആ പരസ്യമായി പറയാൻ ഇപ്പോഴും ഒരു വിമുഖത CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് അവിടെ കണ്ടു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ചരിത്രം കേരളം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വിസിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും വളരെ വിസിബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രൊജക്റ്റും എല്ലാം നടന്നിട്ടുള്ളത് UDF സർക്കാരുകളുടെ കാലത്താണ്. ഉദാഹരണത്തിന് വിഴിഞ്ഞം പോർട്ടിന്റെ സമയത്ത് നമുക്കറിയാം, അവിടെ 6000 കോടിയുടെ അഴിമതി ഉണ്ടായി എന്ന് ആക്ഷേപിച്ചയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനീഷ്യേറ്റ് ചെയ്ത വിഴിഞ്ഞം പ്രൊജക്ടിന്റെ പേരിൽ വൻ അഴിമതി ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഇപ്പോൾ അവർക്ക് അന്വേഷണം പോലും വേണ്ട. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. കൊച്ചി മെട്രോ നമ്മുടെ മുന്നിലുണ്ട്, ഉമ്മൻചാണ്ടി സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്ത പദ്ധതിയാണ്. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ട്, കരുണാകരൻ ഇനീഷ്യേറ്റ് ചെയ്ത പദ്ധതിയാണ്. അങ്ങനെ കേരളത്തിലെ വിസിബിൾ ആയിട്ടുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നമുക്കറിയാലോ. ആ വിമാനത്താവളത്തിൽ വിമാനം പൊങ്ങുന്നത് എൻ്റെ ഹൃദയത്തിന് മുകളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് പ്രവചിച്ച ആളുകൾ പിന്നീട് അതേ വിമാനത്താവളത്തിന് ഡയറക്ടർ ബോർഡിൽ അംഗമായതൊക്കെ നമ്മൾ കണ്ടു. അപ്പം നിലപാടുകൾ മാറ്റി എന്ന് പ്രഖ്യാപിക്കേണ്ടത് CPM ആണ്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിന് അത് ഗുണപരമാവും. നോക്കൂ, കോൺഗ്രസ് പോലെ ഒരു പ്രതിപക്ഷ പാർട്ടി ഇന്ന് CPM ഭരിക്കുന്ന ഈ ഗവൺമെന്റിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ വികസന കാര്യത്തിൽ കൊടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നേരിട്ട് വന്ന് പ്രതിപക്ഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗ്യം എന്ന് അങ്ങ് പറയുന്നു.